കളത്താംകുളങ്ങര ഓട്ടോ സ്റ്റാൻഡിലെ വനിതാ ഡ്രൈവർ ജയയെ അതിക്രൂരമായി സാമ്യവിരുദ്ധർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംയുക്ത തൊഴിലാളി യൂണിയൻ പ്രതിഷേധ യോഗവും നടത്തി. മാർച്ച് അയ്യമ്പള്ളി ആശുപത്രിപ്പടിയിൽ നിന്നും ആരംഭിച്ച് കളത്താംകുളങ്ങരയിൽ സമാപിച്ചു. യോഗത്തിൽ VS കലേഷ് സ്വാഗതവും KV എബ്രഹാം അധ്യക്ഷതയും വഹിച്ചു. TV പ്രസാദ് ഉദ്ഘാടനം, KK ജയൻ, OC പ്രമോദ് എന്നിവർ സംസാരിച്ചു. 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ സമരപരിപാടി വീണ്ടും ആരംഭിക്കുമെന്നും സംയുക്ത സമരസമിതി നേതാക്കൾ അറിയിച്ചു. എന്നുള്ളതാണ് നാം കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം അടിയന്തരമായിട്ട് ഈ കുറ്റവാളികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് അർഹതപ്പെട്ട ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ തൊഴിലാളികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ വാക്കുന്നു. ഈ പ്രതിഷേധ യോഗത്തിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏകദേശം ഇന്നലെ ഒരു 6 മണിയോടുകൂടി ഈ സ്റ്റാൻഡിലെ ജയ എന്ന വനിതാ ഡ്രൈവറെ ഓട്ടം വിളിച്ചുകൊണ്ടുപോയി തെറ്റിദ്ധരിപ്പിച്ച് ചില സ്ഥലങ്ങളിൽ വണ്ടി നിർത്തിക്കുകയും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ അദ്ദേഹത്തെ അവിടെ ഇവിടെ പാർക്ക് ചെയ്യിച്ച് കൂടുതൽ സമയം വേസ്റ്റാക്കി അദ്ദേഹത്തോട് കൂടുതൽ ദൂരം സഞ്ചരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് രാത്രി ഒരുപാട് വൈകിച്ച് രാത്രി 10 മണിയോടെ ഏകദേശം കുഴുപ്പിള്ളി ബീച്ചിലേക്ക് ഈ ഓട്ടം കൊണ്ടുപോവുകയും അവരുടെ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുകയും അതിനുശേഷം അവിടെ നിന്ന് വാഹനമില്ലെന്നും തുടർന്ന് അവരെ എറണാകുളത്തേക്ക് ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാത്രി ഏകദേശം ഒരു 10-11 മണിയോടെ അടുത്തപ്പോൾ ഒരു വനിതാ ഡ്രൈവറായ അദ്ദേഹത്തിന് വീട്ടിൽ പോകേണ്ട സാഹചര്യമുള്ളതിനാൽ അത്രയും വൈകി സർവീസ് നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വണ്ടിയിലിട്ട് മർദ്ദിക്കുകയും പുറത്തിട്ട് ഒരുപാട് മർദ്ദനം കൽപ്പിച്ച് ഇന്നിപ്പോൾ അത്യാസന്നതമായിട്ടുള്ള നിലയിൽ ആ ഓട്ടോ ഡ്രൈവർ ജയ ലിസി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇതിന് ദ്രുതഗതിയിലുള്ള പരിഹാരം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും നേതൃത്വത്തിൽ ഈ പ്രതിഷേധ മാർച്ചും ഇവിടെ ഈ യോഗവും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ യോഗത്തിലേക്ക് പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ സമാവേശ സംഘത്തിൽ DMS നേതാവ് ശ്രീ കലേഷ് സൂചിപ്പിച്ച മാതിരി പൈശാചികമായ ഒരു സംഭവമാണ് ഇന്നലെ അരങ്ങേറിയത്. എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ CIT-ൻ്റെ അംഗം കൂടിയായിട്ടുള്ള ഈ സ്റ്റാൻഡിലെ ജയ ഓട്ടം വിളിക്കുന്നു. പല സ്ഥലത്തും ഞാൻ മനസ്സിലാക്കിയത് ആശുപത്രി കേസുമായി ബന്ധപ്പെട്ടാണ് ഓട്ടം വിളിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല സ്ഥലത്തും പോയി അവസാനം അവരുടെ ഈ ഓട്ടം വിളിച്ചവരുടെ ബൈക്ക് കൊളത്താങ്കര ബീച്ചിലാണ്. അപ്പോൾ അവിടം വരെ കൊണ്ടുപോയി എന്ന് പറയുകയും അങ്ങനെ ആക്കി ഒരുപാട് ഇവിടെ സൂചിപ്പിച്ച മാതിരി വയ്യപ്പോ ഒരു വീട്ടിൽ പോകുന്ന പറഞ്ഞുണ്ടാകാം. എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. എന്തായാലും ഈ ജയ എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറെ, അതും ഒരു വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവറെ അതിക്രൂരമായിട്ടാണ് ഈ സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ചത്. 2 വശത്തെയും വാരിയലുകൾ ഒടിഞ്ഞ് നട്ടലിലെ എല്ലിന് പരിക്ക് പറ്റി. ശരിക്കും പറഞ്ഞാൽ കഷ്ടിച്ച് ജീവൻ രക്ഷപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഈ ജയ എന്ന് പറയുന്ന നമ്മുടെ സഹപ്രവർത്തകയെ കൊളത്താങ്കര ബീച്ചിലെ ഒരു പരിസരത്ത് കണ്ടു. നാട്ടുകാർ ഒച്ചയൊക്കെ കേട്ടിട്ട് ഇവരുടെ ഒച്ചയെല്ലാം കേട്ടിട്ട് വരികയും പോലീസ് നൽകുകയും ആശുപത്രി കൊണ്ടുപോവുകയും പിന്നീട് ഇപ്പോൾ ലിസി ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. നമുക്കറിയാം, ഓട്ടോറിക്ഷ തൊഴിലാളികൾ റോട്ടിൽ ജീവിക്കുന്നവരാണ്. മാത്രവുമല്ല, എന്ത് അടിയന്തര സാഹചര്യത്തിലും ഏത് ആശുപത്രി കേസിലും ഏത് സമയത്ത് വിളിച്ചാലും നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവർക്ക് വേണ്ടി ഓടുന്ന ഒരു വിഭാഗമാണ്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ സേവനം നമുക്കറിയാം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് ആപത്ഘട്ടത്തിലും സമൂഹത്തിലെ അംഗങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തിലെ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചെയ്യുന്ന വലിയൊരു സേവനമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. സാധാരണക്കാരുടെ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ഒരു ജനകീയമായ ഒരു വാഹനമാണ്. സ്വാഭാവികമായിട്ടും ഈ
സമയത്തുള്ള ഈ ഓട്ടമെല്ലാം എങ്ങനെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും? ഇങ്ങനെയുള്ള സാമൂഹിക വിരുദ്ധരുടെ സമീപനം തുടരുകയാണെങ്കിൽ അതിപൈശാചികമായിട്ടുള്ള ഈ ജയിക്കിനെതിരെയുള്ള ആക്രമണം ഒരു കാരണത്താലും നമുക്ക് വെച്ചുറപ്പിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ജീവിക്കണ്ടേ, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ജീവിക്കണ്ടേ, അവർ യാത്രക്കാരെ യാത്ര വേണം. ഓട്ടോറിക്ഷ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഗുണ്ടകളാണ്, സാമൂഹ്യ വിരുദ്ധമെന്ന് പരിശോധിച്ചിട്ടല്ലല്ലോ പോകുന്നത്, അല്ലെങ്കിൽ ID കാർഡ് വെച്ചിട്ടല്ലല്ലോ പോകുന്നത്. ജനത്തിലുള്ള വന്ന് വിളിക്കുന്നവരുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ടല്ല മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ രീതിയിലുള്ള സമീപനങ്ങളെ ഒരു കാരണവശാലും വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. ഈ പ്രതിഷേധം അതിനുള്ളൊരു സൂചനയാണ്. അധികാരികൾ എത്രയും പെട്ടെന്ന് യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ഈ പ്രതിഷേധ സമരത്തിൽ ഈ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ തെളിയിക്കുന്നത്. അപ്പോൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായ നടപടികൾ ഉണ്ടാവണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികളെയും CITയുവിനെയും വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പറവൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുമായിട്ടുള്ള പ്രസ്താവന. ഈ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന അഡ്വക്കേറ്റ് എബ്രഹാം, സ്വാഗതം പറഞ്ഞ കലേഷ്, മറ്റു ട്രേഡ് യൂണിയൻ്റെ ഭാരവാഹികളെ, ഗ്രൂപ്പിൻ്റെ സ്നേഹം നിറഞ്ഞ തൊഴിലാളി സുഹൃത്തുക്കളെ, തികച്ചും യാദർച്ഛികമായിട്ടാണ് നമ്മളിന്ന് ഇതുപോലെ ഒരു പ്രതിഷേധ യോഗത്തിലേക്ക് വരുന്നത്. വർഷങ്ങൾ നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ പഴയ തലമുറയിൽപ്പെട്ടവർക്കറിയാം, നമ്മളിതുപോലെയുള്ള ഗുണ്ടകളെയെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ തൊഴിൽ മേഖല സമാധാനപരമായ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും ഇത്രയധികം തൊഴിലാളികളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാനും, മാത്രമല്ല സ്ത്രീ തൊഴിലാളികളെ ഉൾപ്പെടെ രാത്രിയും പകലും വണ്ടി ഓടിക്കാവുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് നമ്മുടെ തൊഴിലാളികൾ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഗുണ്ടകളെല്ലാം അടിച്ചമർത്തേണ്ട സമയത്ത് കൈകാര്യം ചെയ്ത് തന്നെ അടിച്ചമർത്തിയിട്ടുള്ള പാരമ്പര്യമുള്ള തൊഴിലാളികളാണ് നമ്മളെ എന്നുള്ള ഓർമ്മ ഇപ്പോൾ ചെയ്ത ഉള്ള ഗുണ്ടകൾക്ക് ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് ആദ്യമായി എനിക്ക് വ്യക്തമായി അറിയാവുന്ന. കാരണം ഇന്നിവിടെ ഈ ചുറ്റുപാടുമുള്ള വീടുകളിലെല്ലാം തന്നെ ജയയുടെ ഓട്ടോണം ഏതൊരു അത്യാവധി ഇതുപോലെ തന്നെ ഏത് സമയത്ത് വിളിച്ചാലും വരുന്ന ഒരു ഓട്ടോ തൊഴിലാളിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു സംഭവം വളരെ ദാരുണമായി. ഇന്ന് നമുക്കിവിടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ബീച്ചിൻ്റെ കുറേ സൗകര്യങ്ങളിൽ അത് പലരും പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഓട്ടോ തൊഴിലാളിക്കുണ്ടായിട്ടുള്ള ഈ ദാരുണമായ സംഭവത്തിൽ AITC വൈപ്പിൻ മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നേതാക്കന്മാരെല്ലാം പറഞ്ഞത് തന്നെയാണ്, ഈ ആവർത്തിക്കാൻ പറയുന്നില്ല. ഈ സമരം ഇതോടെ അവസാനിക്കുന്നില്ല. പോലീസ് ഇവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ തുടർന്ന് നമ്മൾ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകും. വേണ്ടി വന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചോ അതിന് മേലെയുള്ള പരിപാടികളോ തുടർന്ന് നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അതിനകത്ത് നിങ്ങളുടെ പൂർണ്ണമായ ഈ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ തൊഴിലാളികളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. വളരെ ദാരുണമായ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചും യോഗവുമാണ് ഇവിടെ നടന്നത്. വളരെ സമാധാന അന്തരീക്ഷത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് നമ്മുടെ കുടുംബങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എത്രയും ദുസ്സഹമായ സമയങ്ങളിൽ പോലും ഒരോട്ടം വിളിച്ചാൽ നമ്മൾ പോകുന്നത്. ആ ഓട്ടം വിളിച്ച് പോകുമ്പോൾ നമ്മളെ പല രീതിയിലും ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് ചില കാലങ്ങളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. ഈ
പള്ളത്താളങ്ങര സ്റ്റാൻഡിലെ ജയ എന്ന സഹോദരി, അവർ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിതം നയിക്കുന്നവരാണ്. എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു തൊഴിലാളിയാണ്. അവരെയാണ് ഇന്നലെ മനഃപൂർവ്വം ഓട്ടം വിളിച്ചു കൊണ്ടുപോയി ദ്രോഹിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പോലീസ് ഇതിന്മേലെ ശക്തമായ നടപടിയിലേക്ക് വരണം. ഞങ്ങൾ തൊഴിലാളികൾ പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. അവരുടെ കൊടിയുടെയും മറ്റ് നിറം നോക്കാതെ തന്നെ ഈ പ്രശ്നത്തിനു വേണ്ടി ധീരമായ സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. നമ്മുടെ തൊഴിലാളികളെ ജീവിക്കാൻ അനുവദിക്കണമെന്നുള്ള ആ ഉറച്ച നിലപാടിൽ നമ്മുടെ സഹോദരിയായ ആ തൊഴിലാളിക്ക് പറ്റിയ അവരെ ആക്രമിച്ച ഗുണ്ടകളെ അവരാരായാലും ശരി അവരെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ മാർച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായ നടപടിയിലേക്ക് കടക്കണമെന്നാണ് നമുക്ക് തൊഴിലാളികളുടെ പേരിൽ ആവശ്യപ്പെടാനുള്ളത്. ഇന്നത്തെ ഈ തൊഴിലാളി മാർച്ച് എല്ലാവർക്കും ഒരു സൂചനയാണ്. നമ്മൾ തൊഴിലാളികളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ആ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ സഹോദരി ആക്രമിച്ചവരെ അമർച്ച ചെയ്യുന്നത് വരെ നമ്മൾ സമരരംഗത്ത് ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയാണ് നമ്മുടെ ഈ പ്രതിഷേധ പ്രകടനം. ആ പ്രകടനത്തിലും യോഗത്തിലും പങ്കെടുത്ത മുഴുവൻ തൊഴിലാളികളെയും സഹോദരിമാരെയും സഹോദരന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. അഭിവാദ്യങ്ങൾ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.